നമ്മളെ തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എത്ര വിഭവങ്ങളുണ്ടെങ്കിലും പൊറാട്ട നിർബന്ധമായിട്ട് ഉണ്ടാകുമല്ലേ. നല്ല സോഫ്റ്റും ലെയറും ആയിട്ടുള്ള നല്ല രുചിയുള്ള പൊറാട്ട കഴിക്കണമെങ്കിൽ ഇതുപോലെ വീശി അടിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. അതും നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പൊറാട്ടൻ്റെ രുചി ഒന്ന് വേറെ തന്നെയല്ലേ. ഇതിൻ്റെ രുചി നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന പൊറാട്ടയ്ക്ക് കിട്ടൂല. നല്ല ചൂടുള്ള പൊറാട്ടയും നല്ല കുറുകിയ ബീഫ് കറിയും കൂട്ടി കഴിക്കുന്നതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൊറാട്ട വീശാൻ അറിയായിട്ട് ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് എളുപ്പത്തിൽ വീശി അടിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കൈ മാറ്റി മാറ്റി ഒന്ന് മേലോട്ട് പിടിച്ചാൽ മതി. കുറച്ചൊന്ന് പരന്ന് കിട്ടിയാൽ പിന്നെ ഇതുപോലെ പതുക്കെ ഒന്ന് വീശിയെടുത്താൽ മതി. പൊറാട്ട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല വീശി അടിക്കാതെ പൊറാട്ട ഉണ്ടാക്കാമെന്നൊക്കെ, പരത്തിയെടുത്തിട്ടും പിന്നെ മാവ് കലക്കി ഒഴിച്ചിട്ടൊക്കെ. പക്ഷേങ്കിൽ ഈ ഒരു പൊറാട്ടൻ്റെ രുചി അതിന് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. പൊറാട്ട ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയുള്ള നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതുപോലെ പൊറാട്ടയ്ക്ക് പറ്റിയ നല്ല ചിക്കൻ്റെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.